ശ്രീ ടി.ജെ. വിനോദ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരത്തിൽ തന്നെ സാമൂഹ്യ പെൻഷൻ ഏകദേശം 50,57,000 പേർക്ക് 5 മാസവും ക്ഷേമനിധി പെൻഷൻ ചോദ്യത്തിലേക്ക് വരും. സർ പറയാം, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ വർഷങ്ങളായി പെൻഷൻ മുടങ്ങി നിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഉള്ളത്. ഒരു ചായ കുടിക്കാൻ പോലും പണമില്ലാതെ, മരുന്ന് വാങ്ങിക്കാൻ പോലും പണമില്ലാതെ പലരും MLA-മാരുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നൊരു സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. സർ, എൻ്റെ ചോദ്യം, സാമൂഹ്യ പെൻഷൻ വിതരണത്തിനായി സർക്കാർ രൂപീകരിച്ച സാമൂഹ്യ പെൻഷൻ കമ്പനി പെൻഷൻ വിതരണത്തിന് അല്ലാതെ വായ്പ ലഭ്യമാക്കി ഇത് സംബന്ധിച്ച കണക്കുകൾ ശരിയായി സൂക്ഷിച്ചില്ല എന്ന് CAG കണ്ടെത്തിയതിന് സർക്കാർ മറുപടി നൽകിയിട്ടുണ്ടോ? അത് എന്താണെന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സർ, അദ്ദേഹം ഏത് റിപ്പോർട്ടാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സമയാസമയങ്ങളിൽ CAG ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മുൻപൊരു ഘട്ടത്തിൽ തെറ്റായി പെൻഷൻ മേടിക്കുന്ന ആളുകളെ പറ്റി ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് സംബന്ധിച്ച് പരിശോധിക്കാൻ, ഇത് കുറച്ച് നാൾ മുമ്പുള്ളതാണ്, അത് സംബന്ധിച്ച് പരിശോധിക്കാൻ നിലപാടെടുത്തിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് നോക്കി പരിശോധിച്ച് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും CAGയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും അങ്ങനെ തന്നെ ചെയ്യും. നമ്മുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലും ഒക്കെ ഈ കാര്യങ്ങൾ വരാറും ചർച്ച ചെയ്യാറുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് കറക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ പെൻഷൻ ഏകീകരണത്തിൻ്റെ ഭാഗമായി സർക്കാർ സാമൂഹ്യ പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ, വികലാംഗ പെൻഷൻ അടക്കം ഒറ്റ പെൻഷൻ മാത്രമാണ് നൽകുന്നത്. ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭ്യമാക്കുന്ന അംശാദായം അടച്ചിട്ടുണ്ടെങ്കിലും പെൻഷൻ നൽകാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. നിയമപരമായി നിയമസഭ പാസാക്കിയ ക്ഷേമനിധി പെൻഷനും കേന്ദ്ര നിയമത്തിൻ്റെ വെൽഫെയർ ഡിസബിലിറ്റി ആക്ട് സെക്ഷൻ 24 പ്രകാരം വികലാംഗ പെൻഷനും ഒരു എക്സിക്യൂട്ടീവ് അധികാരം വഴി നിയമ നടപടി ഉത്തരവ് വഴി നിജപ്പെടുത്തിയ നടപടി നിയമപരമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? മിനിസ്റ്റർ. സാർ, നിയമപരമായി പരിശോധിക്കേണ്ട കാര്യമെല്ലാം നിയമപരമായി പരിശോധിക്കും സാർ. അതിന് ആർക്കും തടയാൻ പറ്റില്ലല്ലോ. നിയമപരമായി അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് പരിശോധിക്കും സാർ.